യു എസിനും പ്രസിഡന്റ് ട്രംപിനും ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. യു എസിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയും യു എസിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ? ഉത്തര കൊറിയ മിസൈൽ എഞ്ചിൻ പരീക്ഷിച്ചതായാണ് റിപ്പോർട്ട്. യു എസിനെ ലക്ഷ്യമിട്ടാണ് ഉത്തര കൊറിയയുടെ മിസൈൽ എഞ്ചിൻ പരീക്ഷണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉത്തര കൊറിയയുടെ പരമാധികാരി കിം ജോങ് ഉന്നിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. കൊറിയയുടെ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് മിസൈൽ എഞ്ചിൻ പരീക്ഷണ വിവരം പുറത്തുവിട്ടത്. യു എസിനെതിരെ കിം ജോങ് ഉൻ അതിരൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ യു എസ് നടത്തുന്നത് അധിനിവേശവും ആഗോള ഭീകരവാദവുമാണെന്നാണ് കിം കുറ്റപ്പെടുത്തിയത്. പാർലമെന്റിലായിരുന്നു കിമ്മിൻ്റെ യു എസ് വിമർശനം. തൊട്ടു പിന്നാലെയായിരുന്നു കിമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയത്. രാജ്യത്തിൻ്റെ തന്ത്രപരമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നീക്കമെന്നാണ് മിസൈൽ എഞ്ചിൻ പരീക്ഷണത്തെക്കുറിച്ച് കിം പറഞ്ഞത്. കോമ്പോസിറ്റ് കാർബൺ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. രാജ്യത്തിൻ്റെ ആക്രമണ മാർഗങ്ങൾ നവീകരിക്കുന്നതിന് 5 വർഷമായി തുടരുന്ന ആയുധ നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയതെന്ന് KCNA റിപ്പോർട്ട് ചെയ്തു. പരീക്ഷണം എപ്പോൾ നടത്തിയെന്നോ എവിടെ വെച്ച് നടത്തിയെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഉഗ്രശേഷിയുള്ള ക്രൂസ് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നു. യു എസും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. അത്യാധുനിക യുദ്ധക്കപ്പലായ ചോയ് ഹോണിൽ നിന്നാണ് തന്ത്രപ്രധാനമായ മിസൈലുകൾ വിക്ഷേപിച്ചത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും മകൾ കിം ജു എയും മിസൈൽ പരീക്ഷണം വീക്ഷിക്കുന്ന ചിത്രങ്ങൾ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ടു. മിസൈൽ പരീക്ഷണം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കിം ജോങ് ഉൻ നിരീക്ഷിച്ചത്. LOCയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ കൃത്യമായി പതിച്ചതായി KCNA അറിയിച്ചു. ഏകദേശം 10,116 മുതൽ 10,138 സെക്കൻഡ് വരെ ആകാശത്ത് സഞ്ചരിച്ച ശേഷമാണ് മിസൈലുകൾ ലക്ഷ്യം കണ്ടത്. 11 ദിവസം നീണ്ടുനിന്ന US ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസമായ ഫ്രീഡം ഷീൽഡാണ് ഉത്തര കൊറിയയെ ചൊടിപ്പിച്ചത്. ഇത് തങ്ങളെ ആക്രമിക്കാനുള്ള മുൻകൂർ പരിശീലനമെന്നാണ് ഉത്തര കൊറിയയുടെ വാദം. സ്ട്രാറ്റജിക് മിസൈലുകൾ എന്നാണ് ഉത്തര കൊറിയ ഇവയെ വിശേഷിപ്പിച്ചത്. ഈ മിസൈലുകളിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 5000 ടൺ ഭാരമുള്ള പുതിയ പടക്കപ്പലായ ചോങ് ഹോണിൽ നിന്നാണ് ഉത്തര കൊറിയ തന്ത്രപ്രധാനമായ ക്രൂസ് മിസൈലുകൾ പരീക്ഷിച്ചത്. കടലിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണ് കപ്പലിൽ നിന്ന് പരീക്ഷിച്ചത്. പുതിയ യുദ്ധക്കപ്പലിനെ രാജ്യത്തിൻ്റെ കടൽ പ്രതിരോധത്തിൻ്റെ പുതിയ അടയാളമെന്നാണ് കിം വിശേഷിപ്പിച്ചത്. വെള്ളത്തിനടിയിൽ നിന്നും മുകളിൽ നിന്നും ആക്രമണം നടത്തുന്നതിനായി നമ്മുടെ നാവികസേന അതിവേഗം വളരും. ആണവായുധങ്ങൾ സജ്ജീകരിക്കുന്നതിൽ നാവികസേന തൃപ്തികരമായ പുരോഗതി കൈവരിക്കുന്നുണ്ട്. സമുദ്ര പരമാധികാരം സംരക്ഷിക്കുന്നതിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ രാജ്യം കൈവരിച്ചതിൽ ഏറ്റവും വലിയ മാറ്റമാണിതെന്നും കിം ജോങ് ഉൻ പറഞ്ഞതായും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2025 മെയ് മാസത്തിൽ ഉത്തര കൊറിയയുടെ സമാനമായ മറ്റൊരു യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ സംഭവത്തിന് കിം ജോങ് ഉന്നും സാക്ഷിയായി. അന്ന് കടുത്ത ഭാഷയിലാണ് കിം ജോങ് ഉൻ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. കപ്പലിൻ്റെ പരാജയത്തെ ക്രിമിനൽ കുറ്റമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ അശ്രദ്ധയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഇതിന് കാരണമെന്നും കിം കുറ്റപ്പെടുത്തി.